ചേട്ടാ ആദ്യം നമുക്കേ നാടകത്തിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ചെന്നൈ നാടകത്തിലേക്ക് തുടക്കം മുതൽ ഫസ്റ്റ് ആസ് കല്ലറ ഗോപൻ ഓഫ്കോഴ്സ് നമ്മൾ സ്കൂള് കോളേജ് എല്ലാം പഠിച്ചു. ഫസ്റ്റ് എൻട്രി ടു ദ നാടകം എങ്ങനെയാണ് ചേട്ടൻ ഫസ്റ്റ് സ്റ്റെപ്പ്? നാടകം സംഗീതവാസന ഉണ്ടായിരുന്നു പണ്ട് മുതലേ, പഠിക്കുന്ന കാലം മുതൽ സംഗീതവാസനയുണ്ട്. പാട്ട് പാടണം, 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ ചേർന്ന് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അച്ഛനും അമ്മയും അതിനുവേണ്ടി അച്ഛൻ അങ്ങനെ പൊതുവേ കലാരംഗത്ത് വരണം എന്ന് ഇഷ്ടമായിരുന്നു. അച്ഛന് വലിയ താല്പര്യമായിരുന്നു. അതായത് അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു. അച്ഛൻ ഈ രംഗത്ത് വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും സാധിക്കാത്തത് കൊണ്ട് അച്ഛൻ ഞാൻ എന്തെങ്കിലും ജോലി വാങ്ങിച്ച് നന്നായിട്ട് ഇരിക്കണം, എന്തെങ്കിലും ടെക്നിക്കലായിട്ട് പഠിക്കുക. അച്ഛനൊരു നല്ല ടെക്നീഷ്യനാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അച്ഛന് നല്ല താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ടെക്നിക്കലായിട്ട് പഠിക്കുകയും നല്ലൊരു ജോലി വാങ്ങിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ സംഗീതം പഠിക്കുന്നതിന് അത്ര താല്പര്യം കാണിച്ചില്ല. പക്ഷേ എന്നാലും ഞാൻ അവരുടെ എല്ലാം വാക്കുകളെ നിഷേധിച്ചുകൊണ്ട് സ്വയംഭരണ സംഗീത കോളേജിൽ പോയി അഡ്മിഷൻ വാങ്ങിക്കാനുള്ള ശ്രമം ഞാൻ ചെയ്തു. അപ്പോൾ ആപ്ലിക്കേഷനിൽ അച്ഛൻ ഞാൻ ഇങ്ങനെ പോകണം, സൈൻ ചെയ്യണം, ഗതി കെട്ടിട്ട് അച്ഛൻ എനിക്ക് മനസ്സിലൂടെ ഒപ്പിട്ട് വേണം. ആ വർഷം എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല സ്വയംഭരണ കോളേജിൽ. അഡ്മിഷൻ കിട്ടാതെ ഞാനിങ്ങനെ അപ്പോൾ ഒരു വർഷം പോയി, നഷ്ടമായി. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ അതിൻ്റെ ഒരു പ്രയാസത്തിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു അധ്യാപകനുണ്ട്, ഒരു ബാബു നരേന്ദ്രൻ, സംഗീത അധ്യാപകനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ വഴിയിൽ വെച്ച് കാണാനുള്ളൊരു ഇടവന്നു. അദ്ദേഹം അന്ന് നമ്മുടെ വേണുകുട്ടൻ നായർ സാറും പെരപ്പംകോട് മുരളി സാറ്, ഒരു വിജയരംഗൻ, ഇവരെല്ലാം ചേർന്ന് നാട്ടിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ കീഴിൽ ഒരു നാടക സംഘം രൂപീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സംഗീത സംവിധായകനാണ് ഈ ബാബു നരേന്ദ്രൻ സാറ്. അപ്പോൾ അദ്ദേഹത്തിനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ സാർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനൊരു സംഭവമുണ്ട്, നാടക കളരി നടക്കുകയാണ്, പി കെ വേണുകുട്ടൻ നായർ സാറാണ് അതിൻ്റെ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ഇത് നടക്കണം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണം, എൻ്റെ സംഗീത സംവിധായകനാണ് ഞാൻ, നീ വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വരാം, എനിക്ക് ജോലിയിലായിരിക്കില്ലേ, ഞാൻ സാറിൻ്റെ കൂടെ കൂടി. അങ്ങനെ ഈ നാടക കളരി ചെന്ന് പെടുകയാണ്. അവിടെ വേണുകുട്ടൻ നായർ സാറിൻ്റെ ആണ് ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ. അപ്പോൾ ഞാനിങ്ങനെ വൈകുന്നേരം വീട്ടിലെത്താം എന്നുള്ള ധാരണയിലാണ് പോകുന്നത്. അപ്പോൾ വിജയരംഗൻ സാറ്, എൻ്റെ നാടക രചയിത വിജയരംഗൻ എന്ന് പറയുന്ന എൻ്റെ നാട്ടുകാരാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് കുറച്ച് സംഗീത വാസനയൊക്കെ ഉണ്ടല്ലോ, നിനക്ക് പാടാം, ഇവിടെ നിന്നൂടെ? ഞാൻ നിൽക്കാം. അന്ന് മുതൽ അവരോട് കൂടിയതാണ്. അത് ഒരുപാട് വേദികളില്ലാതെ നാടകം അരങ്ങേറുണ്ടായി. പക്ഷേ ഞാനന്ന് പാട്ടുകാരനായിട്ട് പോയ ആൾ പാട്ട് പാടുന്നുള്ള ആ മോഹത്തിലാണല്ലോ പോകുന്നത്. പക്ഷേ നാടകത്തിൻ്റെ 3-4 മാസത്തെ ക്യാമ്പ് റിഹേഴ്സലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നാടകത്തിൻ്റെ ഫൈനൽ റിഹേഴ്സലായി. ഫൈനൽ റിഹേഴ്സൽ ഒരു 3-4 ദിവസത്തിനകത്ത് അത് തിരുവനന്തപുരത്ത് സ്റ്റേജ് ചെയ്യണം ഫസ്റ്റായിട്ട്, ആദ്യമായിട്ട്. അപ്പോൾ ആ സമയമായപ്പോഴേക്കും പ്രൊഫഷണൽ സിംഗേഴ്സ് വേണം എന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രൊഫഷണൽ സിംഗർ അല്ലാത്തതുകൊണ്ട് എന്നെ അതിൽ നിന്ന് ആ സമയത്ത് മാറ്റി ഒഴിവാക്കി. അതെ ഒഴിവാക്കി. അന്ന് പെരപ്പംകോട് മുരളി സാറിൻ്റെ സംഘഗായകർ എന്നൊരു ടീമുണ്ട്, അതിലെ ഗായകർ അതിൽ വരികയും അവർ അതിൽ പാട്ടുകൾ ഏറ്റെടുക്കുകയും അവർ ആ നാടകത്തിൻ്റെ പിന്നണിയിൽ അവരാണ് പാടിയത്. അപ്പോൾ എനിക്കൊരു ജോലിയില്ല. അപ്പോൾ ഞാൻ വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത്. ഭയങ്കര മനപ്രയാസമായി. അപ്പം ഞാൻ നല്ല മനപ്രയാസം, ഇത്രയും നാൾ കൂടെ നിന്നേച്ചേ പെട്ടെന്ന് അങ്ങ് മാറാൻ പറയുമ്പോൾ നല്ല പ്രയാസം. പക്ഷെ ആ സമയത്തൊക്കെ ചേട്ടൻ നല്ലതായിട്ട് പാടിയായിരുന്നു, നാടകം പാടിയായിരുന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ ചോദിച്ചു, അതായത് വേണുകുട്ടൻ നായർ സാർ, എൻ്റെ ഈ നാടകത്തിൽ ഞാൻ എന്താണ് എൻ്റെ ജോലി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗോപൻ സ്റ്റേജ് മാനേജറായിട്ടിരുന്നുള്ളൂ. അപ്പോൾ സ്റ്റേജ് മാനേജർ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ തസ്തികയാണ്. ഓക്കെ, ഞാൻ വളരെ ഹാപ്പിയായി. എൻ്റെ പണി കട്ടൻ കെട്ടുക. ഞാൻ ലൈറ്റ് ബോയ്, എനിക്ക് അച്ഛന് ടെക്നീഷ്യൻ, സൗണ്ട് എഞ്ചിനീയർ, ലൈറ്റിംഗ് ഇതൊക്കെ ഉണ്ട്. അച്ഛന് മൈക്ക് സെറ്റ്, സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ചെയ്യുന്നതിൽ എനിക്കൊരു താല്പര്യമുണ്ട് അന്ന് മുതൽ. അച്ഛൻ്റെയൊക്കെ ഈ താല്പര്യം എനിക്കുണ്ടാവില്ല. അങ്ങനെ ആ നാടകത്തിൻ്റെ എത്ര കാലം ആ നാടകം കളിച്ചു, അതിൻ്റെ ലൈറ്റിങ് ഞാനാണ് ചെയ്തത്. അന്ന് ലൈറ്റിങ്ങും കർട്ടൻ പരിപാടികളെല്ലാം അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നാടകത്തിലേക്കുള്ള വരവ്. അപ്പോൾ ഞാൻ പാട്ടുകാരനായിട്ട് വന്നുവെങ്കിലും എനിക്ക് ആ നാടകത്തിൽ പാടുവാനുള്ള അവസരം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം. ആ നാടകം 1 വർഷം 2 വർഷത്തോളം ആ നാടകം കേരളത്തിൽ പല സ്ഥലങ്ങളിലും കളിക്കുകയും ഏറ്റവും അവസാനമായി കളിക്കുന്നത് കാർത്തിക തിരുനാളിലാണ്. കാർത്തിക തിരുനാൾ ആ നാടകം കളിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ഗായകൻ വന്നില്ല. അപ്പോൾ
എനിക്ക് അയാൾ വരാത്തത് കൊണ്ട് ഞാൻ ആ നാടകത്തിൽ പാടുകയും ചെയ്തു, ഇതിൽ അഭിനയിക്കുകയും ചെയ്തു. അവസാനം അതിനുശേഷം ആ നാടകം പിന്നെ ഞാൻ കളിച്ചിട്ടുമില്ല. അതോടെ ആ നാടകം അവിടെ അവസാനിക്കുകയാണ്. ശരിക്കും പെട്ടെന്ന് പാടാൻ പറഞ്ഞപ്പോൾ ചേട്ടന് സന്തോഷം, പേടി അങ്ങനെ ഒന്നും വന്നില്ല? ഇല്ല അത് ഇല്ല, അന്ന് ഇല്ല. കാരണം എനിക്ക് ഈ അറിയാം എൻ്റെ നാടകത്തിൻ്റെ എന്താണ് വള്ളി പുളി തെറ്റാതെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം.